ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാനുള്ളത്, ഇന്നലെ ഉച്ചയ്ക്ക് നടന്നൊരു വലിയൊരു ഫോളിനെ കുറിച്ചിട്ട് തന്നെയാണ് ആദ്യം പറയാനുള്ളത്. അപ്പോൾ മാർക്കറ്റിലെ ഒട്ടുമുക്കാൽ ആൾക്കാരും പാനിക്കായൊരു മണിക്കൂറുകളായിരുന്നു അതെന്ന് പറയുന്നത്. കൃത്യമായിട്ടുള്ള റിസ്ക്കും റിവാർഡും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ലോസസ് ഉണ്ടാവും, പാനിക് ഉണ്ടാകത്തില്ല എന്നുള്ളത് ആദ്യം ഇരിക്കട്ടെ. ഇത് പറഞ്ഞു തരുന്ന ഒരു അവയർനെസ്സിനാണ്. മാർക്കറ്റിൽ ഏതൊരു മൊമെൻറ്റിലും സംഭവിക്കാമെന്നുള്ള ഒന്നേ ഇന്നലെയും സംഭവിച്ചുള്ളൂ. ഇതിനെ ഒരു ബ്ലാക്ക് സ്വാൻ ഇവൻ്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു വോളറ്റൈലിറ്റി ആയിട്ട് വേണമെങ്കിൽ പറയാം. അതവിടെ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ക്വാർട്ടർ അവിടെ സംഭവിക്കാറുണ്ട്. ഈ ക്വാർട്ടറിൽ ഇന്നലെ സംഭവിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ക്വാർട്ടറിലും സംഭവിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 28 ആ ഒരു ഫോള്, മാർക്കറ്റിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഫോള് മാർക്കറ്റ് ടൈമിൽ വളരെ വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു സംഭവമാണ്. ഒരു 3 മാസത്തിലൊരിക്കൽ സംഭവിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് സംഭവിച്ചു എന്നുള്ളതാണ്. കൃത്യമായിട്ട് ഒരു വ്യക്തമായിട്ടുള്ളൊരു എക്സിറ്റ് പ്ലാനോ ഇല്ലെങ്കിൽ ഒരു എസ് എൽ, ഒരു ലോസ് അടിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. കൃത്യമായിട്ടുള്ള ഒരു എസ് എൽ ഉള്ള ഒരു വ്യക്തിക്ക് അത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തിരിക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ പോർട്ട്ഫോളിയോയിലൊക്കെ ഒരു 1.5%, 2% മേളിലൊക്കെ ഇന്നലെ വീഴുന്നിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം ട്രേഡ് ചെയ്യുക ഇല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുക അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയും. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിനൊരു പ്ലാൻ ഉണ്ടായിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറയാനുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലത്തെ ഫോളിൻ്റെ റീസൺ എന്ന് പറയുന്നത്, നിങ്ങൾ ഓൾറെഡി അതിൻ്റെ ഡേറ്റാസ് കംപ്ലീറ്റ് കേട്ട് കാണും. US-ഉം അമേരിക്കയും തമ്മിലുള്ള ആ ഒരു ചർച്ചയുടെ ഇടയിൽ തന്നെ അതിഭീകരമായിട്ടുള്ളൊരു സ്ട്രൈക്ക് പുറത്തുള്ള കൺട്രീസിൻ്റെ ഷിപ്പിൽ ഇറാൻ ചെയ്യുകയും അതിന് ഓപ്പോസിറ്റിൽ അമേരിക്ക പോയി ഇറാൻ സ്ഥലങ്ങളിൽ വ്യോമാക്രമണം നടക്കുകയും ചെയ്തു എന്നുള്ളതാണ് അവിടുത്തെ സംഭവം. അപ്പോൾ അതൊരു പേടി ഉണ്ടാവുകയും ബ്രെന്റ് ക്രൂഡ് ഓയിലിൻ്റെ ഇല്ലെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കൂടുന്നു. ക്രൂഡ് ഓയിലിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞു എന്നുള്ളത് കാരണമാണല്ലോ നമ്മളൊരു 2000 പോയിട്ട് 22,000 സംതിങ്ങിൽ നിന്ന് നമ്മളിപ്പോൾ 24,500 എത്തിയിട്ടുണ്ട്. അപ്പോൾ 2000-ന് മേളിലുള്ള മൂവ്മെൻറ്റ് വന്നത് ഈ ഒരു യുദ്ധം തീർന്നു എന്നുള്ളൊരു ആശ്വാസത്തിൻ്റെ പേരിലാണ്. അപ്പോൾ അത് തീർന്നില്ല എന്ന് കാണുമ്പോൾ ഒന്ന് ചെറുതായിട്ട് പേടിച്ചിട്ട് സാധാരണ മനുഷ്യരാണ്, അതായത് റീറ്റെയിൽ ട്രേഡേഴ്സാണ് ഇന്നലെ കംപ്ലീറ്റ് വിറ്റൊഴിവാക്കിയിരിക്കുന്നത്. ഈ ന്യൂസ് കേട്ടപ്പോൾ ആരൊക്കെയോ എടുത്ത് വിറ്റതാണ്. കുറേ പേര് ഷോർട്ട് ചെയ്തു. മാർക്കറ്റിനെ ന്യൂസ് അറിയാൻ പറ്റുന്ന ആൾക്കാർ മാർക്കറ്റിനെ ആദ്യമേ ന്യൂസ് അറിഞ്ഞ ഉടനെ ഷോർട്ട് ചെയ്തപ്പോൾ വീഴുന്ന വീഴ്ച കണ്ടിട്ട് നാട്ടുകാരെല്ലാം പേടിച്ചു, സെല്ല് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളും ഇതിൻ്റെ പാർട്ട് തന്നെയാണ്, നമ്മളും റീറ്റെയിലേഴ്സ് തന്നെയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ സംഭവിച്ചത്. നമ്മൾ രാവിലത്തെ ഒരു ട്രേഡ് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്ത് അത് വിട്ടുപോയിരുന്നു. ഏതാണ് നമ്മുടെ 1 മണിക്ക് ഞാൻ ആ ട്രേഡിൻ്റെ 1 മണി ഇല്ല, അതിനു മുന്നേ തന്നെ ഞാനൊരു ലൈവ് ട്രേഡ് എടുത്തിട്ട് അതിൻ്റെ പ്രോഫിറ്റ് ഷെയർ ചെയ്യാറില്ല. ആ ഒരു ട്രേഡിൻ്റെ കംപ്ലീറ്റ് അനാലിസിസ് യൂട്യൂബിൽ ഒരു ലൈവ് ട്രേഡിംഗ് എന്ന് പറഞ്ഞൊരു പുതിയൊരു പ്ലേലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇട്ടിട്ടുണ്ട്. എല്ലാവരും കാണുക, പഠിക്കാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾക്ക് എന്തായാലും യൂസ് ആവും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ അനാലിസിസിലേക്ക് കടക്കാം. ഇന്ന് കൃത്യമായിട്ട് സ്ഥിരം ഒരു സെക്കൻഡ്. കൃത്യമായിട്ടും ലെവൽസ് മാർക്ക് ചെയ്ത് വച്ചിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം. ഞാൻ സ്ഥിരമായിട്ട് പറയുന്ന ലെവൽസാണ്. ഇന്നലെ രാവിലെ മാർക്കറ്റിലൊരു പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ള ഒരു ഫീലിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മാർക്കറ്റിൽ ഓൾറെഡി ഒരു വീഴ്ചയുടെ ഒരു സെറ്റപ്പ് നിൽക്കുന്നത് കാരണം എനിക്കത് ബെയറിഷ് ആയിട്ടുള്ള ഒരു ഫീലാണ് കണ്ടുപിടിച്ചത്. മാർക്കറ്റ് മുകളിലേക്ക് കയറി പോകുമ്പോഴും ഞാൻ മേളിലേക്കുള്ള ഒരു ട്രേഡ് എടുത്തിരുന്നില്ല. മാർക്കറ്റ് പോയിട്ട് ഇനി മേളിലേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളൊരു പൊസിഷൻ വന്നപ്പോൾ മാർക്കറ്റ് തിരിയുന്ന കണ്ടപ്പോൾ ഞാൻ അവിടെ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്തു. എനിക്ക് ടാർഗറ്റ് കിട്ടിയപ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്തു. എൻ്റെ കംപ്ലീറ്റ്ലി ഒരു ഡേയിൽ എടുക്കേണ്ട കംപ്ലീറ്റ് ടാർഗറ്റ് എടുത്ത് ഞാൻ അവിടെ നിന്ന് സ്ക്രീന് ഓഫ് ചെയ്ത് ഞാനവിടെ മാറി. പിന്നീട് മാർക്കറ്റ് വീണ്ടും വന്ന് ഈ 24,240, അത് നമ്മൾ കുറേ ദിവസം കൊണ്ട് പറയുന്ന ഒരു ലെവലാണ് 24,240. കൃത്യമായിട്ട് അവിടെ വന്ന് നിൽക്കുന്നതൊക്കെ കണ്ടിട്ടാണ് ഞാൻ മാർക്കറ്റിൽ നിന്ന് മാറുന്നത്. ഏതാണ്ട് അവിടെയൊക്കെ തന്നെ അത് നിന്നിരുന്നത്. എന്നിട്ട് പിന്നീട് ഒരു 2 മണിക്ക് ശേഷം 1:30-2 മണിക്ക് മാർക്കറ്റ് വീഴുകയായിരുന്നു. അപ്പോൾ അതിന് ആ ഒരു റീസണാണ് ഇത്. ആ മൊമെൻറ്റിൽ മാർക്കറ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ.
അല്ലാണ്ട് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എടുത്ത് വെച്ചിരുന്ന ഒരു വ്യക്തിക്ക് ഒന്നുകിൽ എസ് എൽ അടിച്ചിരിക്കും. പുട്ട് ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ 20 രൂപയിൽ നിന്ന പ്രീമിയം ഓൾമോസ്റ്റ് 400 രൂപയ്ക്ക് എത്തിയിട്ടുണ്ട്. അതായത് 200%, സോറി 2000% മൂവ്മെൻ്റ് അവിടെ വന്നിട്ടുണ്ട്. സോ അതാണ് അതിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത്. പേഴ്സണലി അവിടെ ഞാൻ അവൈലബിൾ അല്ല. അതിനുശേഷം അത് വിഴുന്നുപോയി. അപ്പോൾ എവിടെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള നിയറസ്റ്റ് ടാർഗറ്റ് ഏതായിരുന്നു? 24,100, 24,000 എന്നിങ്ങനെ ഉള്ള ലെവൽസ് ഉണ്ടായിരുന്നു അല്ലേ? ഈ 2 ലെവൽസും ഹിറ്റ് ചെയ്ത് വീണ്ടും താഴേക്ക് 880, 800 എന്നിങ്ങനെയുള്ള ലെവൽസിലാണ് മാർക്കറ്റ് പോയിട്ടുള്ളത്. സോ 800-ന് ഒരു 4 രൂപയ്ക്ക് വെളിയിൽ വെച്ചിട്ട് മാർക്കറ്റ് ക്ലോസ് ആയിപ്പോയി. അപ്പോൾ ഇന്ന് നമ്മൾ മാർക്കറ്റ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ 23,800-ൻ്റെ പരിസരത്താണ്. 800-ൻ്റെ പരിസരം എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, ഏറ്റവും നല്ല സപ്പോർട്ട് ഏരിയയാണ് 23,800 എന്ന് പറയുന്നത്. മാർക്കറ്റ് ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി നിൽക്കുന്ന ഏരിയ നോക്കിയാൽ 23,960 അതായത് നമ്മുടെ സ്ഥിരം പറയുന്ന ഈ ഒരു ബോക്സില്ലേ, ഈ ഒരു ബോക്സിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സ്ഥലം 23,960 എന്ന് പറയുമ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുക ഇവിടെ ഒരു തൽക്കാലം ഒരു ലെവൽ നമുക്ക് വരയ്ക്കാം. അതായത് ഇതിന് താഴെയാണ് മാർക്കറ്റ് ഒന്ന് തിരിച്ച് കയറാൻ ശ്രമിച്ചതല്ലേ, ഇവിടെ നിന്ന് കയറി തിരിച്ച് വീണ്ടും വീഴുന്നു, ഇവിടെ വന്ന് നിന്നിട്ടുണ്ടല്ലേ. അപ്പോൾ മാർക്കറ്റ് ഇതുവരെ വന്നു. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഏതാണ്ട് ഇവിടെ ആയിട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. സോ ഇത് നിയറസ്റ്റ് സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഈ ഒരു ലെവല് 920 ലെവല്, 920 ടു 960 മാർക്കറ്റ് ഇന്നത്തെ റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ നോക്കുക. 24,000 വരെ തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്യാൻ സാധ്യത 920, 940 റേഞ്ചിലാണ്. ഓക്കെ, ഇതാണ് ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ഏരിയ എന്ന് പറയുന്നത്. ഈ ഓപ്പൺ ചെയ്യുന്നതിൽ നിന്ന് ശ്രദ്ധിക്കുക, ഒന്നുകിൽ വന്ന് ഈ ലെവല് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 23,800 ഓർ ഇതിൻ്റെ താഴേക്കുള്ള 720 റേഞ്ചിലേക്ക് ഇതിന് പോകാൻ സാധ്യതയുണ്ട്. ഇല്ല മേളിലേക്ക് വരുവാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് കയറുന്ന കണ്ട് പെട്ടെന്ന് പോയി ഷോർട്ട് ചെയ്യരുത്. 24,000 വരെ ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. 24,040 വരെയൊക്കെ പതുക്കെ നിൽക്കാനുള്ള ഒരു ലെവലുണ്ട്. സോ ഇവിടെ കയറി വരുമ്പോൾ 960, 24,040, അതിനുശേഷം 24,100, 24,180 റേഞ്ചാണ്. അതായത് ഞാൻ എവിടെ എക്സിറ്റ് ചെയ്തോ ഈ 180 എന്ന് പറയുന്ന റേഞ്ച് വരെ നമുക്ക് ഇന്ന് ബുള്ളിഷ്നെസ് കിട്ടിയാൽ, ഒരു ഷോർട്ട് കവറിങ് റാലി കിട്ടിയാൽ നമുക്ക് അതുവരെ എക്സ്പെക്റ്റ് ചെയ്യാം. സോ മാക്സിമം 240 വരെ നമ്മളങ്ങ് പറഞ്ഞു പോവുക. ഈ 240 വരെ അതിനൊരു മൂവ്മെൻ്റ് ഉണ്ട്. ഇതാണ് ഇന്നത്തെ ട്രേഡ് പ്ലാൻ എന്ന് പറയുക. സെൻസെക്സ് എക്സ്പയറി ആണ്, ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക. ഇല്ല ട്രേഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. സെൻസെക്സിൽ പോയി ഇന്നത്തെ ദിവസം ഹെവി വോൾട്ടൈലിറ്റിയിൽ ട്രേഡ് ചെയ്യുമ്പോൾ ആലോചിച്ച് മാത്രം ചെയ്യുക. സോ ഇതാണ് ഇന്നത്തെ അനാലിസിസ് എന്ന് പറയുന്നത്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.